കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്ന് തൃപ്പൂണിത്തുറ കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ നടക്കും. ഇതോടെ നവകേരള സദസ്സ് അവസാനിക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളുമാണ് മണ്ഡലങ്ങളിലുള്ളത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുന്നുണ്ട്. അശ്വതി, 140 മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന പര്യടനം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ഇന്ന് തൃപ്പൂണിത്തുറ കുന്നത്തുനാട് മണ്ഡലങ്ങളിലാണ് പര്യടനം നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ്. ഇത് പുതിയകാവ് ക്ഷേത്ര മൈതാനിയിലാണുള്ളത്. അതുപോലെ തന്നെ ഇന്ന് വൈകിട്ട് 4 മണിക്ക് കുന്നത്തുനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സ് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനത്താണ് നടക്കുന്നത്. ഈ സദസ്സ് തുടങ്ങുന്നതിന് 3 മണിക്കൂർ മുൻപ് തന്നെ ജനങ്ങൾക്ക് നിവേദനങ്ങൾ നൽകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും മണ്ഡലങ്ങളിൽ ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്ക് പ്രത്യേക കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം കൂടിയാണ് ഈ വിവിധ മണ്ഡലങ്ങളിൽ ഉള്ളത്. പ്രത്യേകിച്ച് കോലഞ്ചേരിയിലടക്കം, അതായത് കുന്നത്തുനാട് മണ്ഡലത്തിൽ കോലഞ്ചേരിയിലടക്കം വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുന്നതാണ്. കാരണം അത് വളരെ ഒരു ചെറിയ ഇടമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ പിറവത്തും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള ബ്ലോക്കുകളും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത നിയന്ത്രണം അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട്, നവകേരളയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് പാലാരിവട്ടത്ത് വെച്ച്, അതായത് തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിന് തൊട്ട് മുന്നോടിയായിട്ട് പാലാരിവട്ടത്ത് വെച്ച് കരിങ്കൊടി കാണിക്കാൻ ശ്രമിക്കുകയും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നത്. അതിനെ തുടർന്ന് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, MP മാരും MLA മാരും അടക്കമുള്ള ആളുകൾ ഇന്നലെ പാലാരിവട്ടം സ്റ്റേഷൻ ഉപരോധിക്കുന്ന കാഴ്ചയൊക്കെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പിറവത്തും സമാനമായ രീതിയിൽ യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു കരിങ്കൊടി പ്രതിഷേധത്തിന് പദ്ധതിയിട്ടിരുന്നു. പക്ഷേ അതിനു മുൻപ് തന്നെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായിരുന്നത്. അവരെ കരുതൽ തടങ്കലിൽ ആക്കുകയാണ് ചെയ്തത്. മാത്രമല്ല ഇന്നലെ 8 പേരെയാണ് ഇന്നലെ പിറവത്ത് നിന്നും ഇത്തരത്തിൽ കരിങ്കൊടി പ്രതിഷേധം നടത്തും എന്നുള്ള ഇതിനെ തുടർന്ന് കരുതൽ തടങ്കലിലാക്കിയത്. ഈ പാലാരിവട്ടത്ത് അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പുലർച്ചെയാണ് ജാമ്യം ലഭിച്ചത്. 7 മണിക്കൂറാണ് പോലീസ് സ്റ്റേഷൻ ഉപരോധം നീണ്ടു നിന്നത്. ഇന്ന് വെളുപ്പിന് 2:30 കൂടിയാണ് ഇത് അവസാനിച്ചത്. ഈ 2:30ക്കാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചത്. ഇന്നലെ വൈകുന്നേരം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, അതുപോലെ തന്നെ ഹൈബിയുടെ MP, MLA മാരായ TJ വിനോദ്, ഉമാ തോമസ്, അൻവർ സാദത്ത് തുടങ്ങിയ മുതിർന്ന നേതാക്കളുടെ വലിയ കടുത്ത പ്രതിഷേധമാണ് ഇന്നലെ പാലാരിവട്ടത്ത് ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, അതായത് യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നുള്ള സൂചനകളുടെയൊക്കെ തന്നെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കനത്ത സുരക്ഷയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും ഇന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടാവുക. മാത്രമല്ല ഗതാഗത നിയന്ത്രണങ്ങളും കനത്ത ഗതാഗത നിയന്ത്രണങ്ങളാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ല കനത്ത സുരക്ഷയിലാണ്. ഇന്ന് ഗതാഗത നിയന്ത്രണം അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ പോലീസുകാരെ നേരത്തെ തന്നെ ഇവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. കാരണം തൃക്കാക്കര മണ്ഡലത്തിലെ നവകേരള സദസ്സിന് മുന്നോടിയായി തന്നെ അവിടെ ഒരു ഊമക്കത്ത് ലഭിച്ചിരുന്നു, ഒരു ഭീഷണി കത്ത്. ആ കത്ത് കുഴിബോംബ് വെക്കുമെന്ന രീതിയിലുള്ള ഒരു കത്താണ് DMOയ്ക്ക് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത് പോലീസിന് കൈമാറുകയും തൃക്കാക്കര പോലീസ് അതിൽ അന്വേഷണം ആരംഭിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. അതിന്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷ ആ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ ദിവസങ്ങളിലും ഇന്ന് തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ കോലഞ്ചേരിയിലും, കുന്നത്തുനാട് മണ്ഡലത്തിന്റെ പരിപാടി നടക്കുന്ന കോലഞ്ചേരിയിലും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. എന്തായാലും സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഇത് നവകേരള സദസ്സ് നടക്കുന്നത്. കാരണം
മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നവകേരള സദസ്സ് ആരംഭിച്ചപ്പോൾ ഇന്നലെ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പലസ്തീൻ ജനതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മണിപ്പൂരിലെ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നലെ ഈ ഒരു പുതുവർഷ ദിനത്തിൽ ആദ്യമായിട്ട് നവകേരള സദസ്സിൽ പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രി ഇത് വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങൾ. കൂടുതൽ രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ ഊന്നിയായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ മത നേതാക്കൾക്ക് മത നേതാക്കൾ BJPയുടെ വിരുന്നിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള വിവാദങ്ങൾ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് BJPക്കെതിരെയാണ് പ്രധാനമായും മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിച്ചത്. മണിപ്പൂരിൽ വലിയ വംശഹത്യക്ക് തുല്യമായ കാര്യങ്ങൾ BJP ചെയ്യുന്നു, എന്നാൽ 4 വോട്ടിന് വേണ്ടി ഇത്തരത്തിൽ വലിയ പരിപാടികൾ നടത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ പരാമർശങ്ങൾ ഉണ്ടായത്. ഒപ്പം തന്നെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിഹിതം ലഭിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത്. അത്തരത്തിലുള്ള പരാമർശങ്ങളും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. അത് തൃക്കാക്കരയിലും ഒപ്പം തന്നെ പിറവത്തും പ്രസംഗത്തിൽ വ്യക്തമായിരുന്നു. കേന്ദ്ര വിഹിതം കിട്ടുന്നില്ല എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി കുറച്ചതുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രി ഇന്നലെ പ്രസംഗിച്ചു. കേരളത്തിന്റെ ആകെ വരുമാനത്തിന്റെ 35% മാത്രമാണ് കടം. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ആകെ വരുമാനത്തിന്റെ 50% കടമാണ്. പക്ഷേ കേരളത്തിലെ കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നും കേന്ദ്രത്തിന്റെ നയങ്ങൾ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കടമെടുപ്പുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇന്നലെ മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ ഈ ക്രൈസ്തവ വിശ്വാസികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളും, ഒപ്പം പലസ്തീനിൽ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ള നിലപാട് ഭാരത ജനതയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി തുടങ്ങിയ പരാമർശങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായി. ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഇന്നലെ മുഖ്യമന്ത്രി സംസാരിച്ചിരുന്നത്. ഇന്ന് ഒരു പക്ഷേ മറ്റ് വിഷയങ്ങളെ കുറിച്ച്, അതായത് ഇന്നലെ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ തന്നെ ഈ നവകേരള സദസ്സിൽ പ്രതിപക്ഷം പങ്കെടുക്കാത്തതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. പ്രതിപക്ഷത്തെ ക്ഷണിച്ചു. ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യങ്ങളിൽ പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കേന്ദ്രത്തിനെതിരെ സംസാരിക്കുമ്പോഴും കേന്ദ്രത്തോട് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും പ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പക്ഷേ അത്തരം കാര്യങ്ങളിലൊന്നും ഉണ്ടായില്ല. നവകേരള സദസ്സിൽ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കാൻ തങ്ങൾ തയ്യാറാണ് തുടങ്ങിയ പരാമർശങ്ങളൊക്കെയാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇന്നലെ ഈ മുതിർന്ന നേതാക്കൾ, MP-മാരും MLA-മാരും അടക്കമുള്ള ആളുകൾ ഈ പാലാരിവട്ടം സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് പോവുകയും മണിക്കൂറുകളോളം നീണ്ടി ഇന്ന് പുലർച്ചെ 2:30 വരെ ആ ഉപരോധം നീണ്ടു നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ പ്രസംഗത്തിൽ ഒരുപക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, അത്തരം വിഷയങ്ങളുടെ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള, പ്രതിപക്ഷത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളുടെ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. കാരണം ഇന്ന് അവസാന ദിവസമാണ്. ഇതോടുകൂടി എല്ലാ മണ്ഡലങ്ങളിലും നവകേരള സദസ്സ് എത്തിയിരിക്കുകയാണ്. ശരി അശ്വതി. കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച നവകേരള സദസ്സ് ഇന്ന് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ നടക്കും. ഇതോടെ നവകേരള സദസ്സ് അവസാനിക്കുകയാണ്. കനത്ത പോലീസ് സുരക്ഷയും ഗതാഗത നിയന്ത്രണങ്ങളുമാണ് മണ്ഡലങ്ങളിലുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു AT അശ്വതി. തൃശൂർ വടക്കാഞ്ചേരിയിൽ